ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു പായസമാണ്. പായസം എന്ന് പറയാൻ നമ്മളിത് ബറാത്തിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബറാത്തിന് മാത്രമല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കാൻ ഒരു മനസ്സ് വരുമ്പം നമ്മൾ ഉണ്ടാക്കുന്നൊരു ഗോതമ്പിൻ്റെ പായസമാണ്. ഈസിയാന്ന് ഉണ്ടാക്കാൻ വേണ്ടി വളരെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഫുൾ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഒരു കപ്പ് എടുത്തിട്ട് നല്ലോണം വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് വെക്കണം. കുതിർത്തി വെക്കുന്നത് നല്ല ഫിൽറ്റർ വെള്ളത്തിലാണ്. നല്ല വെള്ളത്തിൽ കുതിർത്തി വെക്കുക. ഒരു മണിക്കൂറോളം വെക്കാം. എന്നിട്ടൊരു കുക്കർ, വലിയ സൈസ് കുക്കർ എടുത്തിട്ട് കുറച്ച് വലിപ്പമുള്ള കുക്കറായിരിക്കണം. അതിലേക്ക് ചൂടുവെള്ളം, നല്ല മുങ്ങാൻ അത്രയില്ല ചൂടുവെള്ളം തന്നെ നല്ലോണം ഒഴിക്കണം. ഇതിപ്പോൾ ഇതിൽ കാണുന്ന പോലെ. പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അത്ര ഗീ ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. ഈ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് വിസിലടിച്ച് കഴിഞ്ഞാൽ 3/4 മണിക്കൂർ, 45 മിനിറ്റ്സ് ആണ്. എന്നിട്ട് നമ്മളത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ തുറക്കാവും. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ നമ്മളെ പരിപ്പില്ലേ, അത് എടുത്തിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് കുറച്ച് സമയം, ഒരു 5-10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. കൂടെ തന്നെ ഉപ്പും ഇടുക. പിന്നെ ചൂടുവെള്ളത്തിലാണ് ഞാൻ ഇത് എല്ലാം ചെയ്യുന്നത്. കുറച്ച് ടൈം സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കുക്കറിൽ ആക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് നോക്കുമ്പോൾ ഇതാ നമ്മളെ ഗോതമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 45 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓഫാക്കിയിട്ടാണ് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കുന്നത് കേട്ടോ. എന്നാൽ നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടും. എന്നിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ്. ഒരു പാക്കറ്റ് പാൽ എന്ന് വെച്ചാൽ 2 കപ്പ് പാൽ വരും. നല്ല ഫുൾ ഫാറ്റ് പാൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. എന്നിട്ട് അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, കട്ടകളൊന്നും ഇല്ലാണ്ട്. ഇത് ഇളക്കുന്നില്ലാന്ന് നമ്മൾ ഇതിരിക്കുന്നത് നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പണി. കാരണം നമ്മൾ കൈ വിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ എടുക്കണം. കാരണം സൈഡോ അടിഭാഗം അടിക്ക് പിടിക്കാതെ ഇരിക്കാൻ നോക്കണം. പിന്നെ ഇത് ഞാൻ ആക്കുന്നത് കുക്കറിലായതുകൊണ്ട് വലിയ കുക്കറാണ് ഞാൻ എടുത്തിട്ടില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കാം. എന്നിട്ട് 3 കപ്പ് ഷുഗർ മൊത്തമായിട്ടാണ് ഇതിലെടുത്തിട്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഷുഗർ ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഇളക്കിയിട്ട് ടേസ്റ്റ് നോക്കി. ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് നല്ല മധുരം വേണം. കാരണം നമ്മൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ മധുരം തീരെ നമുക്ക് കാണത്തില്ല. അപ്പം ജസ്റ്റ് നല്ലോണം തന്നെ മധുരം ടേസ്റ്റ് നല്ല മധുരമായിട്ട് കിട്ടണം. ഇടയ്ക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മധുരം പോരാത്തതിന് ഞാൻ ഇനിയും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടാകെ കണക്ക് നോക്കുമ്പോൾ 3 കപ്പ് തന്നെ പഞ്ചസാര ഇതിന് വേണ്ടി വന്നിട്ടുണ്ട്. ഇത് ലാർജ് ക്വാണ്ടിറ്റിയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് 3 കപ്പ് പഞ്ചസാരയൊക്കെ അധികമായിരിക്കും, അങ്ങനെയൊന്നുമില്ല. ഇത് വലിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ആക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ പരിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വേവിച്ച പരിപ്പാണ്. അത് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും നല്ല വെന്ത് ഉടയാൻ പാടില്ല, ജസ്റ്റ് ഒരു കടിക്കുന്ന പാകമായിരിക്കണേ. എന്നിട്ട് ഇതിൽ നല്ലോണം മിക്സാക്കി കൊടുക്കാം. ചില ആൾക്കാർ ഇത് അത്ര ഇടില്ല. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ പരിപ്പ് ഇട്ടാൽ മതി. പിന്നെ അരമുറി തേങ്ങൻ്റെ പാല്, കട്ടിപ്പാൽ, തേങ്ങാപ്പാൽ ജ്യൂസറിൽ അടിച്ചിട്ടാണ് ഞാൻ ഇതിൽ പാലെടുത്തത്. അത് കട്ടിപ്പാലിരിക്കണം. നല്ല തേങ്ങ ഉണ്ടെങ്കിൽ, നല്ല പച്ചത്തേങ്ങ എല്ലാം കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റിൽ ഇത് ആക്കാൻ പറ്റും. നല്ലോണം ഉടച്ച് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അതൊക്കെ റെഡിയായതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ അത്ര അണ്ടിപ്പരിപ്പും പിന്നെ ഈ വലിയ മുന്തിരിങ്ങ അല്ലേ, അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്കെല്ലാം യൂസ് ചെയ്യുന്ന, പായസത്തിനൊക്കെ യൂസ് ചെയ്യുന്ന മുന്തിരിങ്ങ, അത് ഞാൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഗീ കോത്ത് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് സോട്ടേ ചെയ്തിട്ട് എല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചൂടോടെ തന്നെ നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പായസത്തിലെല്ലാം നല്ലോണം കാഷ്യൂസും നട്ട്സ് ഇടുന്ന ഇഷ്ടമാണ്. പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അത്ര കാർഡമം പൊടി, ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാം അണ്ടിപ്പരിപ്പ് ഇടുന്നത് നിങ്ങൾക്ക് കുറക്കാം, പക്ഷേ അത് ഒഴിവാക്കണ്ട, കാരണം അത് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം ഇതൊരു നല്ലൊരു കട്ടി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ നല്ല കട്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ഫീഡ്ബാക്ക്